നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു രാജി കൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം അവസാനിക്കും എന്ന് കരുതിയിരിക്കുന്ന നമ്മൾക്കാണ് തെറ്റിയത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ KB പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വെറും നമ്മൾ ഈ പറയുന്ന പോലെ ചെന്നൈയിലെ ആ സ്മാർട്ട് ക്രിയേഷൻസിലെ ഒരു അഭിഭാഷകൻ മാത്രമാണോ? അല്ല. എന്നാൽ എന്താണ് നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം? അങ്ങനെ എടുത്തു പറയത്തക്ക ബന്ധമൊന്നുമില്ല. പക്ഷേ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയിട്ടുള്ള എല്ലാ കുൽസിത പ്രവർത്തനങ്ങളുടെയും എല്ലാ ഉഡായിപ്പുകളുടെയും ചുക്കാൻ പിടിച്ചുകൊണ്ട് അവരെ എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു അഭിഭാഷകനാണ് KB പ്രദീപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജി കൊണ്ടൊന്നും എല്ലാം ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും ഈ KB പ്രദീപ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മാത്രമാണോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായി നിൽക്കുന്നത്? അല്ല. അദ്ദേഹം നല്ല തികഞ്ഞ ഒരു സംഘപരിവാർ വിശ്വാസിയാണ്, BJP വിശ്വാസിയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് നരേന്ദ്രമോദിയെ ഒരു മടിയും കൂടാതെ വിശേഷിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു അഭിഭാഷകനാണ്, അല്ലെങ്കിൽ ഒരു BJP പ്രവർത്തകനോ അനുഭാവിയോ ആണ് ഈ പറയുന്ന KB പ്രദീപ്. ഈ KB പ്രദീപ് എന്ന് പറയുന്ന അഭിഭാഷകനെയാണ് ഒരു ശങ്കയുമില്ലാതെ എല്ലാ വ്യവസ്ഥകളും ചട്ടങ്ങളും മറികടന്നുകൊണ്ട് ഒരു പുതിയ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി ഹൈക്കോടതിക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമെന്നോണം എന്തായിരിക്കും ഈ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ എന്ന് പറയുന്ന ഒരു സ്ഥാനം അവിടെ നിന്നുകൊണ്ട് ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളുമായി മുന്നോട്ട് പോവുകയും അത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത് ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വന്ന ഒരു തീരുമാനമായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരും. അതായത് വളരെ പെട്ടെന്ന് പുറത്തു നിൽക്കുന്ന ഈ പറയുന്ന KB പ്രദീപിൻ്റെ അടുക്ക പറയുന്നു, പ്രദീപെ നാളെ ഓഫീസിലേക്ക് വരണം, നിങ്ങൾക്ക് ഞാനൊരു അപ്പോയിൻമെൻറ്റ് റോഡ് അടിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളെ ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കേസുകളെക്കുറിച്ചും അതിൻ്റെ എല്ലാ നിയമവശങ്ങളെക്കുറിച്ചുമുള്ള ധാരണ തീർച്ചയായും ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള, അതായത് വളരെ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ പോലും ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന KB പ്രദീപിൻ്റെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. കാരണം അത്രത്തോളം പ്രഗത്ഭമതി ആയതുകൊണ്ടായിരിക്കുമല്ലോ യാതൊരു ഇതുമില്ലാതെ എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു തസ്തിക പുതിയതായി നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത്. നമുക്ക് ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ട്. ആ ദേവസ്വം ബോർഡ് മന്ത്രിയായ K മുരളീധരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു പുതിയ തസ്തിക രൂപീകരിച്ചിട്ട് നടത്തിയതാണ് ആ നിയമനമെന്ന്. പൂർണ്ണമായും അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽ പെടും. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽ പെടുമെന്ന് പറയുന്നത്? മുഖ്യമന്ത്രി അവിടെ നിയമമന്ത്രി കൂടിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി നിയമമന്ത്രി കൂടിയായ സാഹചര്യത്തിലാണ് KB പ്രദീപിൻ്റെ നിയമനം നടന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാന്തരം സംഘിയായിരുന്ന, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലിയായിരുന്ന ഈ പറയുന്ന KB പ്രദീപിനെ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ നിയമിച്ചിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇതിനകത്ത് ആലോചിക്കേണ്ടത്, ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലും തള്ളിപ്പറയുകയും രാഹുൽ ഗാന്ധിയെ പോലും മോശപ്പെട്ട ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുകയും ചെയ്ത ഒരാളോട് എന്തിനാണ് VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്രത്തോളം സ്നേഹമുണ്ടാകാനും ആത്മാർത്ഥതയുണ്ടാകാനും കാരണം? അത്തരം ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് ഒരു രാജിയിലൊന്നും അവസാനിക്കുന്നില്ല. ബെന്നി തോമസ് എന്ന് പറയുന്ന സണ്ണി വക്കീലിൻ്റെ അളിയനെ ഇവിടെ അഡീഷണൽ സെക്രട്ടറിയായി നിയമിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരത്തോളം ഭീതിതമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു രഹസ്യ സ്വഭാവമുള്ള രേഖകളും ആ ബെന്നി തോമസ് എന്ന് പറയുന്ന അളിയൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് അനുമാനിക്കാം. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ രാജിവെക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയമായ നീക്കത്തിനപ്പുറത്തേക്ക് ധാർമ്മികമായ ഒന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്താണ് രാഷ്ട്രീയമായ നീക്കം? ഒരു പൊതുജനത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടായ ഒരു ചെറിയ സംശയത്തിന് അല്ലെങ്കിൽ ചെറിയ സംശയത്തിന് പോലും ഇട നൽകാത്ത വിധം വളരെ സുതാര്യമായ ഒരു പ്രവർത്തനമാണ് സർക്കാർ കാഴ്ചവെക്കുന്നത് എന്ന് പൊതുജനത്തിന് മുമ്പിൽ വെറുതെ പറയാൻ വേണ്ടി ഇട്ടുകൊടുക്കുക. അതിനപ്പുറം വേറെ യാതൊന്നും ഈ പറയുന്ന ഇതിനില്ല, ഈ ഒരു രാജിക്കില്ല. കാര്യം തലേ ദിവസമാണ്, ഇന്നലെയാണ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനമിറങ്ങുന്നത്. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി രാജി ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതൊരു വിവാദ വിഷയമായതിനു ശേഷം അപ്പോഴേക്കും ഈ പ്ലീഡറായി കയറിയ ആളുടെ കയ്യിലേക്ക് നമ്മുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ രേഖകളും എത്തിയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ?
തന്നെയുമല്ല, ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസുണ്ടല്ലോ, ശബരിമല സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണ്ണക്കൊള്ള കേസ്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഈ പറയുന്ന KB പ്രദീപ് ആയിരുന്നല്ലോ ഈ നമ്മുടെ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കജ് ഭണ്ഡാരിക്കും വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ടാവുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക ഏതെല്ലാം കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു കേസ്, അതായത് ഈ KB പ്രദീപിന്റെ സ്വന്തം കമ്പനി, ഇതുവരെ മേടിച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ കമ്പനിയിൽ നിന്നാണ്, ആ കമ്പനി പ്രതിസ്ഥാനത്ത് വരുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു, മുഖ്യ പ്രതികളിലേക്ക് ഈ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കോൺഫിഡൻഷ്യലായ രേഖകൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും, അതൊക്കെയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിക്കാണില്ലേ? സ്വാഭാവികം. ഇവിടെ ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് എവിടെയൊക്കെയോ ചില BJP ബന്ധങ്ങൾ, ബാന്ധവങ്ങൾ എവിടെയൊക്കെയോ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് പച്ച പരമാർത്ഥമായിട്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ആലോചിച്ചെങ്കിലൂ, ഇവിടെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് നമ്മുടെ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാനായി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടാകേണ്ടത് ഒരു MLA ഉണ്ടാവല്ലോ, ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നൊരു നേതാവ് ഉണ്ടാകേണ്ടതല്ലേ? കാര്യം സ്വന്തം പിതാവിൻ്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഷൗക്കത്തിൻ്റെ കൂടി ബന്ധുക്കളാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ബന്ധുക്കളെ കാണാൻ പോകുന്ന സമയത്ത് തീർച്ചയായും ആര്യാടൻ ഷൗക്കത്ത് ഒപ്പം ഉണ്ടാകുന്നത് നല്ലതല്ലേ? പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് പകരം നമ്മുടെ മുഖ്യമന്ത്രി ആകാനായിട്ടിരുന്ന നേതാവിനൊപ്പം ഉണ്ടായിരുന്നത് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. അയാളുടെ പേരിലായിരുന്നു ചാർട്ടേഡ് വിമാനം ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുക്കളെ കാണാനായി ചാർട്ടേഡ് വിമാനത്തിൽ പോകേണ്ട ആവശ്യം എന്താണ് പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന VD സതീശൻ ഉണ്ടായിരുന്നത്? അപ്പോൾ സ്വാഭാവികമായും ആ കൂടിക്കാഴ്ചയും ആ യാത്രയും ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുക്കളെ കാണാനായിട്ടായിരുന്നില്ല. കാരണം ആര്യാടൻ ഷൗക്കത്തൊപ്പം ഉണ്ടാകേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് പരിചയപ്പെടുത്തുമെങ്കിലും ചെയ്യാമല്ലോ, ഇതെൻ്റെ ബാപ്പായുടെ ഉമ്മയുടെ അവരാണ് ഇവരാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായില്ല. ഇവിടെ നോക്കിയോളൂ, അത് ഒപ്പം ഉണ്ടായിരുന്നത് സ്വർണ്ണക്കടത്ത് കേസ്. അപ്പോൾ പിന്നീട് അദ്ദേഹം ഈ പറയുന്ന ആള് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ചട്ടവിരുദ്ധമായി നിയമിച്ചത് സ്വർണ്ണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയുടെ സ്വന്തം അഭിഭാഷകനെ, അതും ഒരു സംഘിയായ ഒരു വ്യക്തിയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന ചില സംശയമുണ്ട്. ഇതിനെ കുറിച്ചൊന്നും പക്ഷേ മാധ്യമങ്ങൾ വലിയതായി അദ്ദേഹത്തോട് ചോദിക്കാറേയില്ല. എന്തായിരുന്നു അവിടുത്തെ ഉദ്ദേശം എന്നുള്ള കാര്യം ചോദിക്കാറില്ല. പല ചോദ്യങ്ങളും ഇപ്പോഴും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. അതിനൊക്കെയും നമ്മുടെ മുഖ്യമന്ത്രി എന്നത്തേക്ക് മറുപടി പറയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഇനിയും അതിൽ മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.